നമസ്കാരം. മക്കൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും എന്ത് വൃത്തികേട് ചെയ്തു കഴിഞ്ഞാലും അവരെ ന്യായീകരിച്ച് അവരെ സംരക്ഷിച്ചു പിടിക്കുന്ന ഒരുപാട് അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ അടുത്തിടെ നടന്ന സംഭവങ്ങളിലൊക്കെ അത്തരം അമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. മക്കളെ ന്യായീകരിച്ച് മാക്സിമം അവരെ സംരക്ഷിക്കാൻ നോക്കുന്ന അമ്മമാരെ. എന്നാൽ അങ്ങനെയുള്ള അമ്മമാരുടെ ഇടയിൽ വ്യത്യസ്തയായിട്ടുള്ള ഒരു അമ്മയെ ഞാൻ ഇന്നലെ കണ്ടു. ആ അമ്മ മകൻ ചെയ്ത തെറ്റ് ഒളിപ്പിച്ചു വെച്ചില്ല, അവനെ ന്യായീകരിച്ചില്ല. അവൻ ഇനിയും ആ വീട്ടിൽ നിൽക്കുന്നത് ആ വീട്ടുകാർക്ക് മുഴുവൻ അപകടമാണ് എന്ന് മനസ്സിലാക്കിയ ആ അമ്മ പോലീസിനെ വിളിച്ച് നിയമത്തിന് മുമ്പിൽ എത്തിച്ചു മകനെ. സത്യത്തില് ആ അമ്മ ഒരുപാട് ആൾക്കാർ ഇനി കുറ്റപ്പെടുത്തുമായിരിക്കാം. ഇവരെന്തൊരു സ്ത്രീയാണ്, ഇവരെന്തൊരു അമ്മയാണ്, മകനെ പറഞ്ഞ് തിരുത്തേണ്ട വഴിക്ക് ഉടനെ അവനെ നിയമത്തിന് മുമ്പിൽ എത്തിച്ചേക്കുന്നു, അവനെ സംരക്ഷിക്കേണ്ട വഴിക്ക് അവനെ ഒറ്റുകൊടുത്തേക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ കുറ്റപ്പെടുത്തുമായിരിക്കാം. പക്ഷേ ആ കുറ്റപ്പെടുത്തലൊക്കെ വെറും വാക്കുകളായിട്ട് അവിടെ നിൽക്കും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നാളെ കുറ്റപ്പെടുത്തുന്നവർ തന്നെ മകനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പോകും. എന്തുകൊണ്ട് ആ അമ്മ പറഞ്ഞില്ല ഇങ്ങനെ പറയും. ഇപ്പൊ പറഞ്ഞപ്പോ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നു. ആ അമ്മ ചെയ്തത് വളരെ ശരിയാണ്. പോത്തിന്റെ ചെവിയിൽ വേദമോതരുതെന്ന് പറയും. അതേപോലെയാണ് ഇപ്പോഴുള്ള മക്കളുടെ അടുത്ത്. ഇത്തരത്തിലുള്ള മക്കളോട് വേദമോതിയിട്ടോ അവരെ നന്നാക്കാൻ ശ്രമിച്ചിട്ടോ ഒരു കാര്യമില്ല. അവർ നന്നാകാൻ പോകുന്നില്ല. മറിച്ച് അവർ കൂടുതൽ കൂടുതൽ തെറ്റ് ചെയ്യത്തേ ഉള്ളൂ. അവരെ സംരക്ഷിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അത് അവർ വലിയൊരു ആയുധമായിട്ട് എടുക്കും. കാരണം എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അമ്മയും അച്ഛനും ഒന്നും തന്നെ പോലീസിനെ അറിയിക്കത്തില്ല, നാട്ടുകാരെ അറിയിക്കത്തില്ല. അതുകൊണ്ട് അവർ പിന്നെയും കൂടുതൽ തെറ്റുകൾ ചെയ്യത്തേ ഉള്ളൂ. അതിന് പകരം ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പോലീസിനെ വിവരം അറിയിച്ച് പോലീസിന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നാവാനുള്ളൊരു അവസരമെങ്കിലും ഉണ്ടാവും. അപ്പം ഏതായാലും നമുക്ക് ആ അമ്മയുടെ വീഡിയോ ഒന്ന് കാണാം. കരുതി അങ്ങ് അറ്റം വരെ അനുഭവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. ഇനി ലോകത്തൊരമ്മയ്ക്ക് ഇന്നെ പോലത്തെ ഒരു അനുഭവം ഇല്ലാതിരിക്കട്ടെ. അത്രയും പറഞ്ഞ് ഞങ്ങളെ ആയുസ്സും ഞങ്ങൾ ഇതുവരെയുള്ള സമ്പാദ്യം ഇതുവരെ ജോലി ചെയ്ത് എല്ലാം ഓന് വേണ്ടിയിട്ടാണ് നശിപ്പിച്ച് ഇത്രയും കാലത്തെ ജീവിതം എല്ലാം ഓന് വേണ്ടിയിട്ട്. എന്നിട്ട് എന്തൊരു കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് വളരെ വിഷമമുണ്ട്. ഇപ്പൊ എന്തിനായാലും ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. അതത്രയ്ക്ക് പറയാം, ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഇതുപോലെ എത്രയോ അമ്മമാര് ഇപ്പം തന്നെ ഞാനിത് പോലീസിനെ വിളിക്കാൻ കാരണം ഇന്നലെ ഈ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഞാനിവിടെ ഇരിക്കുന്ന ഈ അമ്മ 68 വയസ്സായ അമ്മയാണ്. അമ്മക്ക് ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ വെക്കണം. അങ്ങനത്തെ ആ അമ്മ ഇവിടെ എന്നെ കാണാൻ എൻ്റെ അടുത്ത് വന്നത്. എനിക്കിവിടെ വേറെ ആരും ഇല്ല, എനിക്ക് നീര് നടക്കാൻ വയ്യ, അപ്പൊ ഇതിങ്ങൾക്കൊരു വെള്ളം തിളപ്പിച്ച് കൊടുക്കട്ടെ വെച്ചിട്ടാ ഹസ്മിൽ വെച്ചാൽ മതി. അത്രയും വയ്യ അമ്മയ്ക്ക്. എന്നിട്ട് ആ അമ്മനെ അടിക്കാൻ വന്നോ എന്തിനാ പൈസ കൊടുക്കായിട്ട്. അവന് ഒരു പ്രാവശ്യം പൈസ ചോദിച്ച് അമ്മ ഞാൻ കാണാതെ ഒരു 100 റുപ്യ അമ്മ എടുത്ത് കൊടുത്ത് വലിയൊരാണ് ഒരുത്തം ഇങ്ങനെ 10-26 വയസ്സായ ഒരു മോൻ 10 റുപ്യ 20 റുപ്യ 50 റുപ്യ ചോദിക്കുമ്പോൾ അമ്മ 100 റുപ്യ ആകെ എടുത്ത് കൊടുത്ത് പണം അവൻ അതും കൊണ്ട് പുറത്ത് പോയിട്ടാണ് പിന്നെ എന്തോ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നത്. പുറത്ത് പോയിട്ട് പിന്നെ ഇന്നലെ ഞാനൊക്കെ അമ്മനോട് പൈസ ചോദിച്ചു, അമ്മ കൊടുത്തില്ല. അമ്മ ഞാൻ കാണാതെയും ചോദിച്ചു, എന്നെ കേൾക്കാൻ ചോദിച്ചു, എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല 10 പൈസ ഞാൻ തരൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് ഓരോരുത്തരെങ്ങനെ വിളിക്കും. എൻ്റെ ആൾക്കാരൊക്കെ അങ്ങനെയാണോ അപ്പോൾ ഞാൻ ഹോട്ട്സ്പോട്ട് ഓഫ് ആക്കും. അപ്പോൾ അവന് ദേഷ്യം പിടിക്കും. കൈമ കിട്ടുന്ന എല്ലാം എടുത്ത് പൊടി. ഈ വാതിൽ ഇവിടെ ഒരു സാധനം പൊട്ടാത്തയില്ല. ഇത്രയും നാളും കഷ്ടപ്പെട്ട് വളർത്തി എല്ലാ കാര്യങ്ങളും അവന് വേണ്ടി ചെയ്തു കൊടുത്ത് ഇത്രയും നാളും അവന് വേണ്ടിയിട്ടായിരിക്കും ആ അമ്മയൊക്കെ ജീവിച്ചത്. ആ അമ്മയും അച്ഛനും ഒക്കെ ജീവിച്ചത് ആ കുട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും, ആ പയ്യന് വേണ്ടിയിട്ടായിരിക്കും. അവന് 10-26 വയസ്സുണ്ട്. എന്നിട്ടും 26 വയസ്സായി അച്ഛനെയും അമ്മയെ നോക്കേണ്ട ആ ഒരു സമയത്ത്, അച്ഛനും അമ്മയ്ക്കും അധ്വാനിച്ചു കൊടുക്കേണ്ട ആ സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മകൻ. ഇതിനെല്ലാം കാരണം ഈ ഇത്തരം വസ്തുക്കളുടെ ഉപയോഗമാണ്. ഇതേപോലെയുള്ള ഒത്തിരി യുവാക്കൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. പലരെക്കുറിച്ച് നമുക്കറിയാത്തതാണ്. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് ഇവൻ ഈ പരിപാടി തുടങ്ങിയത്. നമുക്കറിയത്തില്ല. അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളാണ് ഇപ്പം എല്ലാവർക്കും. ഒരു കുട്ടി നല്ലതാണെന്നുണ്ടെങ്കിലും കൂട്ടുകാർ അവനെ നന്നാവാൻ സമ്മതിക്കത്തില്ല. എങ്ങനെയെങ്കിലും വലിച്ചിഴച്ച് ഈ കുഴിയിലേക്ക് അവനെ വിടും. അങ്ങനെയാണ് ഇപ്പോഴത്തെ കൂട്ടുകാരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലത് ഉപദേശിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂട്ടു നിൽക്കേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ കൂട്ടുകാർ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും പ്രേരിപ്പിക്കുന്നത്. അപ്പം ആ മകനെക്കുറിച്ച് പോലീസിനോട് സംസാരിക്കുമ്പോൾ, മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ആ അമ്മ എന്തുമാത്രം വിഷമം അനുഭവിച്ചിട്ടുണ്ടാകും. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത്രയും വിഷമത്തിലും അത്രയും സങ്കടത്തിലുമായിരിക്കും ആ അമ്മ മകനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പൊ പറയുമ്പോൾ അമ്മ കരയുന്നൊന്നുമില്ല, നമുക്ക് വിഷമം ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷെ ആ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം അനുഭവിക്കുന്നുണ്ടാകും. ഇത്രയും നാളും മകനെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ട് ആ സങ്കടം മുഴുവനായിട്ട് ഇല്ലാതെ ആയിട്ടുണ്ടാകാം. കാരണം ആ അമ്മയ്ക്ക് ഇപ്പോൾ വലുത് ആ അമ്മയുടെ കുടുംബമാണ്. ഇവൻ ആ കുടുംബത്തിൽ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ആ അമ്മയ്ക്കൊന്നും രക്ഷയില്ല എന്ന് അമ്മയ്ക്ക് അറിയാം. പെറ്റതള്ളയാണെന്ന് പോലും ഓർക്കാതെയാണ് ഇപ്പോൾ ഓരോ ആൾക്കാരും ഓരോ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിതിനകത്ത് കോടതിയോടും പോലീസിനോടും ഒക്കെ പറയാനുള്ളത്, ആ മകനെ ദയവ് ഇത് പുറത്തിറക്കരുത്.
അഥവാ പുറത്തിറക്കി കഴിഞ്ഞാലും അവനെ ഏതെങ്കിലുമൊക്കെ ഒരു മെഡിക്കൽ സെന്ററിലോ വല്ലോ കൊണ്ടുപോയി ഇട്ടിട്ട് അവൻ്റെ ഈ ഒരു അഡിക്ഷൻ മാറ്റിയെടുത്തതിന് ശേഷം മാത്രമേ അവനെ വെളിവിടാൻ പാടുള്ളൂ. അവൻ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. ഇവരെയൊന്നും ജാമ്യത്തിൽ പോലും പുറത്തിറക്കരുത്. 5-6 വർഷം ജയിലിൽ പിടിച്ചിടണം. അവിടെ കിടന്ന് നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. അത്രയും കാലമെങ്കിലും ആ അമ്മയും ആ കുടുംബവും ഒന്ന് സമാധാനത്തോടുകൂടി ജീവിക്കട്ടെ. ഇത്രയും നാളും മകനെ കൊണ്ട് ആ കുടുംബത്തിന് നാണക്കേട് മാത്രമാണ് ഉണ്ടായത്. മകനെ കൊണ്ട് നാണക്കേടും വിഷമവും സങ്കടവും മാത്രം അനുഭവിക്കുന്ന ഒരു കുടുംബം അവസാനം സഹി കെട്ടിട്ടാണ് ആ അമ്മ എങ്ങനെ ചെയ്തത്. ആ അമ്മ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇങ്ങനെ തന്നെ ചെയ്യണം. കേരളത്തിലുള്ള മറ്റമ്മമാരും ഇതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം. മകനെ പറഞ്ഞ് നന്നാക്കാൻ ശ്രമിക്കേണ്ട, നന്നാവത്തില്ല. ഈ രീതിയിൽ കണ്ടതൊക്കെ വലിച്ചു കയറ്റി ബുദ്ധിയും ബോധവും ഒക്കെ ഇല്ലാതായ മക്കള് നന്നാവാൻ പോകുന്നില്ല. വെറുതെ പോത്തിന്റെ ചെവിയിൽ ചെന്ന് വേദം ഓതുന്ന പോലെയാണ് ആ മക്കളുടെയൊക്കെ ചെവിയിൽ പോയി നന്നാവാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നത്.